പറയുന്നേ? ഇന്ന് ഒരു ചെറുക്കന്റെ മാമൻ നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛാ, അച്ഛാ എനിക്കിത് ഇഷ്ടമല്ല, എനിക്കിത് ഇഷ്ടമല്ല. ഞാൻ പല പ്രാവശ്യം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കല്യാണം ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമല്ല. ഇവക്ക് കല്യാണമല്ല ഇഷ്ടമല്ലാത്തത്, കസേരയാണ് ഇഷ്ടമല്ലാത്തത്. 126ാമത്തെ കസേരയാണ് ഈ കല്യാണത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അടിച്ചൊടിച്ചിടുന്നത്. ഇനി ഞാനൊരു കൃഷിക്കാരനാ, അല്ലാതെ ഇൻസ്റ്റാൾമെന്റ് കച്ചവടക്കാരനല്ല എപ്പോഴും കസേര മേടിച്ചിടാനായിട്ട്. അച്ഛാ, ഒരു കാര്യം ഞാൻ പറയുവാണ്, അവര് വരാൻ നേരത്തെ നീ കറക്റ്റായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്നോട് പിണങ്ങും. ഞാൻ ഒന്നും മിണ്ടത്തുമില്ല നിന്നോട്. എനിക്ക് എന്തെങ്കിലും പോയി കഴിച്ചിട്ട് ഞാൻ വരാം അച്ഛാ. എന്റെ ദൈവം ദേണ്ട പുറത്തോട്ട് വിടുന്ന എടി, അടുക്കള ഇവിടെയാടി, ഇങ്ങോട്ട് പാടി. അവിടെയാണോ? പിന്നല്ലാതാ, ഒരു ബോധവും ഇല്ലാതെ ഓടി നടക്കുവാണ് അവള്. അയ്യോ, എന്തോ പറയാനാണ് എന്റെ ദൈവമേ. ഒന്നേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഒലക്കടിച്ച് വളർത്തണമെന്നാ, പക്ഷെ ഇതിനെ ഒലക്കടിച്ച ഒലക്ക ഒടിഞ്ഞു പോകും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമസ്കാരം. നമസ്കാരം. പാലക്കാട് കൽപ്പാത്തി. പാലക്കാടല്ല ചപ്പാത്തി എന്ന് എനിക്കുണ്ടോ? പാലക്കാട് ചപ്പാത്തി എന്നല്ല പറഞ്ഞ, പാലക്കാട് കൽപ്പാത്തി എന്ന് വരിക. മറ്റേ ബ്രോക്കർ പറഞ്ഞിട്ട് വന്ന ഇത്ര വലിയ തമാശയാണ്. തമാശയല്ല, പിന്നെ ഒരു അതിശയോക്തി. അതിശയോക്തി. അപ്പൊ വന്ന കാലം നിൽക്കാതെ ഇരിക്കും. ഞങ്ങളെ സംഗീത കുടുംബമാണ്. ആണല്ലേ? ഇതെന്തുവാ? അമ്മിങ്ങ. അമ്മിഞ്ഞേ? അമ്മിങ്ങല്ല, ഹമ്മിങ്ങാന്ന്. ശരിക്കും ഞാനല്ല ഇങ്ങോട്ട് വരാനിരുന്നത്, മരുമോന. അവനങ്ങ് അമേരിക്കയിൽ. ഞാൻ ആദ്യമേ പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത്, അപ്പൊ ഞാൻ ബാക്കി പിടിച്ചാൽ മതി. ശരിക്കും പറഞ്ഞ എനിക്ക് വയ്യ ഇത്രയും ദൂരം യാത്ര ചെയ്യാനൊന്നേ. മുട്ടിന് വേദന, കാലിന് വേദന, നട്ടലിന് വേദന, മൊത്തത്തിൽ സുഖമില്ല. എന്തോ പേര്? സുഖേന്ദ്രൻ. കറക്റ്റ് പേരാണ്. അല്ല, ഈ കെട്ടാൻ പോണ ചെറുക്കന്റെ പേര്? ചെറുക്കന്റെ പേര് ഗിരിധർ. ചുരിദാറോ? ചുരിദാറല്ല, ഗിരിധർ. ഗിരിധർ. അവനങ്ങ് അമേരിക്കയിൽ സോഫ്റ്റ്വെയറാ. എനിക്കിങ്ങ് കേരളത്തിൽ കുടവേറ. എങ്ങനെ സാധിക്കുന്നു? കുടവേറാണോ? അല്ല, ഇങ്ങനെയുള്ള സാധനങ്ങൾ അടിക്കാൻ ശീലമായി പോയി. മോളൊറ്റ മോളാണല്ലേ? അതെ, എനിക്ക് ഒറ്റ മോളാണ്. അപ്പൊ ഭാര്യ? ഭാര്യ എന്റെ മോളുടെ അമ്മ. ഏട്ടാ, ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, കുളിച്ചിട്ട് തലയിൽ രാസ്നാദിപ്പൊടി ഇടാൻ മറക്കണ്ട കേട്ടോ. എന്തു പറ്റി? കുറച്ച് സമയത്തേക്ക് ഞാൻ എന്റെ ഭാര്യ ഒന്ന് ഓർത്തു പോയി. എന്തു പറ്റിയതാ? അവള് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാറില്ല. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. ചൂടുകാലമല്ലേ, കിണറെല്ലാം അങ്ങ് വറ്റി. അവള് നേരെ ഒഴുക്കുള്ള പുഴയിലേക്ക് കുളിക്കാനങ്ങ് പോയി. പിന്നെ നാട്ടുകാർ പറഞ്ഞാ ഞാൻ അറിയുന്നത്. എന്ത്? കടത്തുകാരനോട് ഒളിച്ചോടി KSRTC കയറി പോയി. പക്ഷെ എനിക്ക് ആ കടത്തുകാരനോട് ദേഷ്യമില്ല, പഞ്ചായത്തിനോടാണ് ദേഷ്യം. എന്തിന്? അവര് പാലം പണിത് വെച്ചിരുന്നെങ്കിൽ പിന്നെ ആ കടത്തുകാരനോട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഞാൻ അതാണ് പ്രശ്നം. നിങ്ങളുടെ തറവാട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എന്റെ തറവാടെന്ന് പറഞ്ഞാൽ വലിയൊരു തറവാടാണല്ലോ. ഞാൻ ചോദിച്ചിട്ട്, സ്വന്തം വീടാണോ അതോ വാടക വീടാണോ? സ്വന്തം വീടാണ്. വലിയ തറവാടല്ലേ? വലിയ തറവാടാണോ? പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന് വേറെ പ്രത്യേകതയുണ്ട്. എന്താണ്? ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മുകളിൽ നിന്ന് താഴെ വന്ന് അഭിപ്രായം പറയാറില്ല. അത്രയ്ക്ക് ആഠ്യത്തുള്ള ഒരു കുടുംബമാണ്. മോൻ കല്യാണം കഴിച്ചിരിക്കുന്ന മരുമോളില്ലേ, മരുമോൾ, അവള് സോപാനത്തിൽ വായിക്കും. ആണല്ലേ? മോൻ ഇടയ്ക്ക് വായിക്കും. എന്താ അവന് ഡെയിലി വായിച്ച? എങ്ങനെ സാധിക്കുന്നു? എന്തോ ഇങ്ങനെയുള്ള സാധനങ്ങൾ വീണ്ടും വീണ്ടും അടിക്കാൻ ശീലമായി പോയി. കുഴപ്പമില്ല, നമ്മള് സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല. അതെ, മോളെ ഒന്ന് വിളിച്ചിരുന്നേ കാണായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. ഈ കൈക്ക് എന്ത് പറ്റി? കഴിക്കോ? മദ്യപാനത്തിന്റെ ശീലമുണ്ട് ലേശം. ഭാര്യയ്ക്കത് ഇഷ്ടമല്ല. അങ്ങനെ ഒന്ന് സത്യം ചെയ്താ വിളക്കേ തൊട്ട്. അല്ല, വിളക്കേ തൊട്ട് സത്യം ചെയ്ത് അങ്ങനെ കൈമുറിയുന്നത്? സത്യം 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 എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ആഞ്ഞടിച്ച് കുത്തു വിളക്കില്ല. പൊത്തിപ്പുറത്തൊന്ന് 7 തയ്യലുണ്ട്. എന്നിട്ട് എംബ്രോയിഡറി വർക്കൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ വീണ്ടും ചോദിക്കാം, ഇങ്ങനെ സാധിക്കും? ശീലമായി പോയല്ലോ. കുഴപ്പമില്ല, മോളെ വിളിച്ചോ. മോളെ, അച്ഛാ വരൂ, ഇങ്ങ് വരൂ. ആണ്ടാ ഡമ്പലും കൊണ്ട് വരുന്നത്. അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ ചെറുക്കൻ്റെ ഒരു മാമൻ കാണാനായിട്ട് വരുമെന്ന്? എന്നെ? ഓ, എവിടെ ഇരിക്കുന്നു? ചെന്ന് അനുഗ്രഹം വായിക്കി. ചെല്ലി. അനുഗ്രഹം. ശരി അച്ഛാ, അനുഗ്രഹം വായിക്കി. നമ്പർ കളയടി അമ്മ. അയ്യോ, കാല. ഇനി വന്നേ. അയാളുടെ കാലെ കൊണ്ട് ഡമ്പൽ ഇട്ടതും പോരാ, എന്നിട്ട് അയാളെ തന്നെ കാലാന്ന് വിളിക്കുന്ന. ആഹാ, ഇതിന്റെ ഇടയ്ക്ക് പോയി കാല പച്ച കുത്തിയാ? 5 കിലോ എഴുതി. മോളൊരു കാര്യം ചെയ്. എന്തായാലും ഒരാൾ വന്നതല്ലേ, കുടിക്കാനായിട്ട് ചായ ആവാം. എനിക്ക് വിത്തൗട്ടാണ്. വിത്തൗട്ട്. അപ്പൊ മോൾ, അയ്യോ, ഗ്യാസ് കണക്ഷൻ. ഗ്യാസ് വെളിയിലിരിക്കുക. മോള് ഇതാക്കി, അച്ഛൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട, അച്ഛൻ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. എടുക്കുവോ? ഗ്യാസുകാരനോട് ഞാൻ പറഞ്ഞത് വന്നപ്പോ അകത്തുകൊണ്ട് വെക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. ആര്? മോള് നല്ലോണം ഫുഡ് കൊടുക്കില്ല. ഒന്നുമില്ലാത്ത വീട്ടിലല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? യോ, കണ്ടാ പറയൂല. പിന്നെ
എന്താണ് കാര്യങ്ങളൊക്കെ? കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചെറുക്കൻ അമേരിക്കയിലാണ്. കല്യാണം കഴിഞ്ഞാലും മോളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നൊക്കെയാണ് ആഗ്രഹം. അച്ഛാ എന്റെ ഡിമ്പിൽ കണ്ടോ? എടി ചായ അടിക്കാൻ വന്ന നിനക്ക് എന്തിനാണ് ഡമ്പലി? ചായ അടിച്ചോണ്ടിരിക്കും, ചുമ്മാ എന്തെങ്കിലും അടിച്ചോണ്ടിരിക്കണ്ടേ, അതുകൊണ്ട് ചോദിച്ചാ. എന്നാ പിന്നെ ചായ എടുത്ത് നിനക്ക് അടിച്ചൂടെ? എങ്ങനെ സാധിക്കുന്നു? എന്താണ് ഇപ്പൊ പറഞ്ഞ ചായ അടി ശീലമായി പോയല്ലോ. ഞാൻ ഇത് എവിടെയോ എടി, അത് അവിടെ എവിടെയെങ്കിലും കാണും. ഇത് എന്തോ പറയാനാന്ന് പറയടി. ഞാൻ മുറിക്കാത്തങ്ങാനും കാണുവടി. എവിടെ? പോണ്. അയ്യോ സോറി അച്ഛാ, സോറി സോറി. ആ ഡബിൾ കിട്ടി, ഡബിൾ കിട്ടി. സോറി സോറി, ചായ കൊണ്ടുവരാട്ടോ. കെട്ടിയിടാറില്ലേ? കെട്ടിയിടാറില്ലേ ഇതിനെ? ഇട്ടിട്ടില്ലായിരുന്നോ? കെട്ടിയിടാറില്ലേ? ഞാൻ പറഞ്ഞില്ലേ, കിളി വന്നോ പോയാ അറിയില്ല, ഒരു മിന്നായം പോയി. ഒറ്റ വീഴ്ചയിൽ ഞങ്ങളുടെ കസേര അങ്ങ് ഒടിഞ്ഞു. എന്റെ ഫോൺ എവിടെ പോയി? ഓണോ? അയ്യോ, അവിടെ വരെ പോയാ? അനുസരണ ഇല്ലാത്ത ഫോണാ കേട്ടോ. പോക്കറ്റിൽ നിന്ന് ചാടി എങ്ങനെയോ പോയി. മോളെ ആ ചായ കൊണ്ടുപോവാ. താണ്ടാ ചായ കൊണ്ടുവരുന്നു. അച്ഛാ ചായ. ആ ചായ അവിടെ കൊടു. മാമനാണ് ആദ്യം കൊടുക്കേണ്ടത്. മാമ എന്തോ മാമ ചായ കുടിക്കും മാമ. ഇതിലേതാ മോളെ വിത്തൗട്ട്? ഇതാണ് വിത്ത്. അച്ഛൻ ചായ കുടിക്കേ. ഇതിനകത്ത് ചായപ്പൊടിയാണോ അതോ പ്രോട്ടീൻ പൗഡർ ആണോ കലക്കി? അച്ഛാ ചായപ്പൊടി ആരുണ്ടാക്കി? അല്ല, ചായ ആരുണ്ടാക്കി? അവള്. അല്ലാതെ പിന്നെ ആരാണ്? ഈ വീട്ടിൽ പിന്നെ ചായ ഉണ്ടാക്കാനേ ഉള്ളൂ. അവള് തന്നെ ഉള്ളു. കൊള്ളാം, നല്ല ചായയല്ലേ? അപ്പോ എന്റെ മോളില് അവളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പൊ അവളെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ചോളൂ. എന്തായാലും അവൻ വരാത്ത സ്ഥിതിക്ക് അവന്റെ സ്ഥാനത്ത് ഞാനാണല്ലോ സംസാരിക്കാനുള്ളത്. അതെ. മോളെ, ഗിരിധർ വന്നിട്ടില്ല. അവന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മോക്ക് ഈ ബന്ധം ഇഷ്ടപ്പെട്ടോ? ആ ഞാൻ ചെറുക്കനെ കണ്ടിട്ടില്ല, എങ്കിലും എനിക്കിഷ്ടായി. പക്ഷെ എന്റെ ഈ ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോ ചെറുക്കൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ? അയ്യോ എന്റെ കുക്കർ ഇത് പിടിച്ചേ. തല വീടില്ലേ, തല വീടില്ലേ, തല